ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഉറക്കമാണ്. അതൊരു വ്യക്തിയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മോചിപ്പിക്കുന്നു. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ദൈവം നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി. അതുകൊണ്ടാവാം ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഇന്നെനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്. ബന്ധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അവ ഇത്രനാൾ നിലനിന്നതിൻ്റെ കാരണങ്ങൾ മറന്നു പോകരുത്. യാചിക്കുന്തോറും വില ഇല്ലാതാകുന്ന ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അതാണ് സ്നേഹം. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്തെന്നറിയാതെ ഒരിക്കലും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം. ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക, തികഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങുക. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് അനുകൂലമാവുകയുള്ളൂ. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും. മനുഷ്യന് അസാധ്യമായതൊന്നും ഈ ലോകത്തില്ല എന്നതാണ് സത്യം. എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്. യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നമ്മൾ നൽകുമ്പോൾ 10 മടങ്ങായി തിരിച്ചു ലഭിക്കുന്നതാണ്. മനസ്സിന് ഇല്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. മധുരമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എല്ലായ്പ്പോഴും മധുരമുള്ളതല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്ത എപ്പോഴും പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തണം. തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്തുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ അതേ വിധി തന്നെയാവും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല.